നമുക്കിന്നൊരു പനീർ ബട്ടർ മസാല ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ വാ. ഇവനെ കണ്ടോ? ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് എൻ്റർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പുതിയ അതിഥിയാ. ഹലോ, വെൽക്കം ടു അവർ കിച്ചൻ. തൽക്കാലം ഇവനോട് ഇരിക്കട്ടെ ഒരു ഗുമ്മിന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഒരു സവോള, 2 തക്കാളി, പിന്നെ ഞാനൊരു 3 വറ്റൽമുളക് എടുക്കുന്നുണ്ടേ. ഇനി നമുക്കൊരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം. പിന്നെ കുറച്ച് ക്യാഷു. ഞാൻ കുറച്ച് അധികം ക്യാഷു എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മളിവിടെ ക്രീം ഉപയോഗിക്കുന്നില്ലേ. ഇനി നമുക്ക് കുറച്ച് ജീരകം എടുക്കാം, പിന്നെ 2-3 ഗ്രാമ്പു. ദെൻ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുറച്ച് മതിയേ, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ദെൻ ഇനി ആവശ്യത്തിന് ഉപ്പിടുക. ഇനി നമുക്ക് പിന്നെ നടുപ്പത്ത് കയറ്റിയിട്ട് ഒരു 2 വിസിലടുപ്പിക്കാം. അത് കഴിഞ്ഞ് എടുത്തൊന്ന് മാറ്റി വെച്ചേക്കണേ, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ പനീർ എടുത്ത് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ അവിടെ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീരെ പൊടിയാക്കരുത് കേട്ടോ, അത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പനീർ. പിന്നെ പനീർ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, കരിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനേ. അപ്പോൾ നമുക്ക് നമ്മുടെ പനീർ സൂപ്പറായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ, അവൻ്റെ ഒരു മേൽനോട്ടത്തിൽ അവിടെ ഇരുന്നോളൂ. ഇനി നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുത്ത പാനിലേക്ക് തന്നെ 2-3 കറുകപ്പട്ട, ഗ്രാമ്പു, ദെൻ ഞാനിവിടെ 2 ചെറിയ സവോളയാണ് കേട്ടോ എടുത്തേക്കുന്നത്, ഒരു തക്കാളി. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ മസാല ഇടുന്നതിന് തൊട്ട് മുന്നേ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പിന്നെ പൊട്ടിത്തെറി ബഹളമായിരിക്കും. ദെൻ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ദെൻ കുറച്ച് മല്ലിപ്പൊടി. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാവേ. ഇനി നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ശരിക്കൊന്ന് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ദേ ഞാനിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. ഇത് നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ആ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരമ്പരാഗതമായ ആചാരപ്രകാരം ആ ജാറും കൂടെ കഴുകി ആ വെള്ളം കൂടെ അതിനകത്തേക്കും ഒഴിച്ചേക്കുക. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കുക. നിങ്ങൾ കുറച്ച് കാശ്മീരി മുളക് കൂടെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇതിന് കുറച്ചും കൂടെ കളർ കിട്ടും കേട്ടോ. ഞാനിവിടെ കാശ്മീരി എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിനെന്തെങ്കിലും ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആഹാ, നല്ല കറി, പക്ഷേ ഉപ്പ് മാത്രം കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ദെൻ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൊള്ളാലേ, പനീർ കാണാൻ നല്ല രസമില്ലേ? ദെൻ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ക്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീം ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ക്രീം എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാഷ് കുറച്ച് അധികം ഇട്ടത്. ഇനി നമുക്ക് കുറച്ച് പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല മുകളിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറുതായിട്ടും തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്യമം വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും പരീക്ഷ നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കറി ഞാൻ എൻ്റെ ഗസ്റ്റിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.